ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനമാകുന്നു എന്ന് നാം വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം സൽഗുണങ്ങളെ ഘോഷിപ്പാൻ എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു തമസ്, ഇരുട്ടുണ്ടായിരുന്നു. അത് മാറ്റി വെളിച്ചമായ തേജസ് നൽകിയ ക്രിസ്തു, ആ കർത്താവിൻ്റെ സൽഗുണങ്ങളാണ് നമ്മളെ സമ്പൂർണ്ണനാക്കിയിരിക്കുന്നത്. സൽഗുണങ്ങൾ എന്ന വാക്കിന് അതിശയപ്രവൃത്തികളെന്നും സ്തുതി എന്നും അർത്ഥം കൊടുക്കാവുന്നതാണ്. വിളിച്ച കർത്താവിൻ്റെ സൽഗുണങ്ങൾ പ്രഘോഷിക്കാനും പ്രകീർത്തിക്കാനുമാണല്ലോ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ആരോടും പറയരുതെന്ന് സൗഖ്യമായവരോട് യേശു കൽപ്പിച്ചു. കാഴ്ച കിട്ടിയവനും ഭൂതം വിട്ടുപോയവനും പുറപ്പെട്ട് നാട്ടിലെല്ലാം സൗഖ്യവൃത്താന്തം ഘോഷിക്കുവാനിടയായി. അത് അനുസരണക്കേടല്ലേ? അതെ, കർത്താവ് പറഞ്ഞ് അതാരോടും പറയരുത്. പക്ഷെ അവരെല്ലാവരും പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഉള്ളിൽ തിളച്ച് മറിയുന്ന നദിയുടെ ആ ഒരു ബഹിർസ്ഫുരണങ്ങളാണല്ലോ അവർ പറയേണ്ടതായത്. കാരണം അവർ അനുഭവിച്ച അനുഭവം അത്ര വലിയ വിടുതലാണ്. ആ വിടുതൽ അനുഭവിച്ചവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അവർ ദൈവ സാന്നിധ്യം അനുഭവിപ്പാനിടയായിത്തീർന്നു. അപ്പോൾ ദൈവം നമ്മളെ അതിനുവേണ്ടി ആക്കിയിരിക്കുന്നു, കണ്ടിരിക്കുന്നു. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഫലം കായ്ക്കേണ്ടതിനും നിലനിൽക്കേണ്ടതിനും എന്ന് നമുക്ക് തിരുവചനത്തിൽ വായിപ്പാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു എന്നാണല്ലോ യോഹന്നാൻ 15:16 വായിക്കുന്നത്. നാം കർത്താവിനെയല്ല, കർത്താവ് നമ്മെയാണ് തിരഞ്ഞെടുത്തത്. എന്തിനാണ് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ തിരഞ്ഞെടുപ്പിൻ്റെ 2 ലക്ഷ്യങ്ങൾ ഇവിടെ കാണുന്നു. ഫലം കായ്ക്കുക, ഫലം നിലനിൽക്കുക. വരങ്ങൾ നമുക്ക് തരുമ്പോൾ ഫലങ്ങൾ കർത്താവ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ഫലം, അധിക ഫലം, വളരെ ഫലം എന്നിങ്ങനെ പല പദവി ഇവിടെയുണ്ട്. ആ പദങ്ങളിൽ ദൈവത്തിൻ്റെ ആലോചനയും നമുക്ക് തന്നിരിക്കുന്ന ശ്രേഷ്ഠ പദവിയും ദൈവകൃപയിൽ നിന്നുകൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി തന്നിരിക്കുന്ന ദൈവ സന്നിധിയിൽ തക്ക സമയത്ത് നീതിയുടെ സൽഫലങ്ങൾ നാം കായ്ക്കേണ്ടതല്ലേ? അതെ, യജമാനൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി കാട്ടുമുന്തിരിങ്ങ കായ്ച്ചാൽ കർത്താവ് നമ്മെ പറിച്ചു കളയും. അത് മനസ്സിലാക്കി യോസഫ് ഫലപ്രദമായ വൃക്ഷമാണ്. അത് വല്ലപ്പോഴും ഒരു ഫലം പുറപ്പെടുവിച്ച് ഒതുങ്ങുകയല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ചില സമയത്ത് നമുക്ക് ഉണർവുണ്ടാകും, ചില സമയത്ത് നമുക്ക് ഉറങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ. ആരെങ്കിലും തട്ടി ഉണർത്തി ഒരുക്കിയാൽ നമ്മൾ ഒരുങ്ങും. ബാ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുങ്ങും. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഫലം പുറപ്പെടുവിക്കുന്നവരും ഉണർന്നിരിക്കുന്നവരും നാം ദൈവത്തിന് മഹത്വകരമായ ശുശ്രൂഷ ചെയ്യുന്നവരും ആയിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവം നമ്മളിൽ പ്രസാദിക്കുകയുള്ളൂ. ദൈവപ്രസാദം നമുക്ക് ലഭിക്കേണ്ടതിന് വല്ലപ്പോഴും ഒരു ഫലം പുറപ്പെടുവിച്ച് ഒതുങ്ങി ഇരിക്കാനുള്ളവരല്ല നമ്മൾ. കൂടുതൽ ഫലം പുറപ്പെടുവിക്കുക, നമ്മുടെ ഫലം നിലനിൽക്കട്ടെ. ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ. അപ്പോൾ സൽഗുണങ്ങളെ ഘോഷിക്കുക, ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുക. അതിനാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പ്. എന്തിന് എന്നുള്ളതായ ആലോചന ഇവിടെ നിവർത്തീകരിക്കപ്പെടും. ഈ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥനയിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം.
ഞങ്ങൾക്ക് അങ്ങയുടെ സൽഗുണങ്ങളെ ഘോഷിക്കാനും അങ്ങയുടെ ഫലം പുറപ്പെടുവിക്കാനും കഴിയണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.